ഹലോ, ആരാ? അദ്ദേഹം ഇവിടെ ഇല്ല. സത്യമായിട്ടും ഇവിടെ ഇല്ല. ആരാ ഇത്? സബ് ഇൻസ്പെക്ടർ ആനന്ദൻ സ്പീക്കിംഗ്. അധികകാലം ആനന്ദിക്കേണ്ടി വരില്ല. നിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ തല്ലിച്ചതച്ച് നീ കുറെ സൂചിച്ചില്ലടാ. നീ എന്ത് വിചാരിച്ചു? ഞങ്ങൾ ഇനി അധികാരത്തിൽ വരില്ലെന്നോ? അല്ല സുഹൃത്തെ, ഞാൻ ഒന്നും പറയണ്ട. കഴുത നിങ്ങളാരാ? നിന്റെ കാലൻ. ആരാ? കാലൻ. എന്റെ കാലൻ. ഇന്നലെ വിളിച്ച് ഇതുപോലെ തെറി പറഞ്ഞ് വേറൊരു ശബ്ദ. അതെ, അത് വേറെ കാലനായിരിക്കും. എന്റെ സ്റ്റേഷൻ അതിർത്തിയുടെ പല കോണുകളിൽ നിന്നും പലരും വിളിച്ച് പുളിച്ച തെറി പറയുന്നുണ്ട്. എല്ലാം ആനന്ദേട്ടൻ വരുത്തി വെച്ചല്ലേ? ഇടി സർക്കാർ മാറി വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? RDP-ക്കാര് പറഞ്ഞു, INSP-ക്കാരെ ഞാൻ തല്ലി. ഏതായാലും എന്റെ കാര്യം പോക്കാ. നമ്മളെ മക്കളെ അവര് കിഡ്നാപ്പ് ചെയ്യുമെന്നാ എന്റെ പേടി. കിഡ്നാപ്പിംഗ് ആണല്ലോ പുതിയ ഫാഷൻ. ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ പിള്ളേരെ സ്കൂളിൽ അയക്കണ്ട. ഞാൻ പോട്ടെ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വൈകുന്നേരം കാണാം. അയ്യോ, ഗുണ്ടകള് വരുന്നു. ഗുണ്ടകള്. എത്ര ഗുണ്ടകളുണ്ടല്ലേ? ഗുണ്ടകളല്ല, അച്ഛനാ. ഏതച്ഛൻ? എന്റെ അച്ഛൻ. നിന്റെ സ്വന്തം അച്ഛനോ? പിന്നെ അച്ഛനെ വാടകയ്ക്ക് കിട്ടുവോ? എന്താടേ, നിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ. നീ വലിയ ആളായിപ്പോയല്ലേ? അയ്യോ, അച്ഛൻ വന്ന കാര്യമൊക്കെ അറിഞ്ഞു. ഇവിടെ ആകെപ്പാടൊരു മനസമാധാനം അല്ലഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് വരാഞ്ഞത്. എന്തു പറ്റി? ആനന്ദനല്ലേ അങ്ങോട്ട് ഓടിപ്പോയെ? അതെ, ഗുണ്ടകളെ പേടിച്ചിട്ടാ. ഗുണ്ടകളോ? അതെ, രാഷ്ട്രീയ ഗുണ്ടകൾ. അച്ഛന്റെ മോൻ പ്രകാശന്റെ പാർട്ടിയിൽപ്പെട്ട ഗുണ്ടകളാ. അവര് പ്രതിപക്ഷത്തായിരുന്നപ്പോ എന്റെ കഷ്ടകാലത്തിന് എനിക്ക് ഒരുപാട് പേരെ ദ്രോഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് അവരിപ്പോ പ്രതികാരത്തിന് ഉപയോഗിക്കുക. ആഹാ, ആരെ നമ്മൾ അന്തമാതിരി ദ്രോഹിക്കാൻ പാടില്ല ആനന്ദ. എന്ന് വെച്ചാ ഭരണത്തിലിരിക്കുന്ന പാർട്ടി പറയുമ്പോ ചെയ്യാതിരിക്കാനൊക്കെ പോവും. പ്രകാശൻ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ഏതാണ്ട് വലിയ നേതാവൊക്കെയാണെന്ന് പറയുന്ന കേട്ടല്ലോ. എന്ത് നേതാവ്? അല്ലാതെ ഒരു ഞാഞ്ഞൂള് വിചാരിച്ചാലും തടി രക്ഷപ്പെടുത്താൻ പറ്റുവേ. അതിന് അവനോടൊന്നും ഇവിടെ വരാൻ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അയ്യോ, അവൻ സത്യപ്രതിജ്ഞ അടങ്ങി തിരുവനന്തപുരത്ത് പോയിരിക്കുക. അച്ഛൻ ഇങ്ങോട്ട് കയറിയിരുന്നാട്ടെ. ഒന്ന് മാറി അലമ്പുണ്ടാക്കല്ലേ തിരക്കുണ്ടാക്കല്ലേ. ഇറങ്ങിക്കോ. ഒന്നുകൂടി ലോറിയുടെ കാര്യം നമുക്ക് വൈകുന്നേരം സെറ്റിൽ ചെയ്യാം. ഹലോ KRP, എങ്ങനെയുണ്ടായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ്? സത്യം പറഞ്ഞ കലക്കി. വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം. ഒന്ന് നടു നിവർത്തണം. 400 കിലോമീറ്റർ അങ്ങോട്ടും 400 കിലോമീറ്റർ ഇങ്ങോട്ടും ലോറിയിൽ ഒരു ഒറ്റ നിപ്പായിരുന്നേ. വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ റെഡിയല്ലേ? ഒക്കെ റെഡി. എന്നാ പിന്നെ വൈകുന്നേരം നന്ദി പ്രകടനത്തിന് കാണാം. ശരി. ജയ് ഹിന്ദ്. കലക്കി മറിച്ചു. ഹോ, കേരളം കണ്ട ഏറ്റവും വലിയ ചടങ്ങ്. ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു മോളെ. പൂഴി വാരി എറിഞ്ഞ നിലത്ത് വീഴാത്തത്ര ജനക്കൂട്ടം. കതറിന്റെ ഒരു കടലല്ലേ തിരുവനന്തപുരത്ത് ഇളകി മറിഞ്ഞത്. അമ്മേ, സത്യവാചകം ചൊല്ലുന്നു നമുക്ക് കേൾക്കാനൊക്കില്ലമ്മേ. CM ഹാളിൽ പ്രവേശിച്ച് ചടങ്ങ് കഴിയുന്നവരെ ഭയങ്കര കരഘോഷമാണ്. പക്ഷെ എനിക്ക് മുൻവശത്ത് തന്നെ ഇരിക്കാൻ സീറ്റ് കിട്ടിയോണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞു. മുൻവശത്തോ? അതെ, മുൻവശത്ത്. ഏറ്റവും മുമ്പിൽ ഞങ്ങൾ 31 പേരായിരുന്നു. ഒരു വരിയിൽ 31 കസേരയാ. ഹാളിൽ കിടക്കാൻ പറ്റാത്ത സാധാരണ പ്രവർത്തകർക്ക് ചടങ്ങ് കാണാൻ പുറത്ത് 123 TV സ്ഥാപിച്ചിരുന്നു. പക്ഷെ TV അത്ര ക്ലിയർ അല്ലായിരുന്നു. മൊത്തത്തിലൊരു മങ്ങല്. ഒരുപാട് രസങ്ങളൊക്കെ പറയാനുണ്ട്. വിശന്നിട്ട് വയ്യമ്മേ, കാര്യമായിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ വെക്കേ. പോത്തുപോലെ 2 ആൺമക്കളുണ്ടായിട്ട് അച്ഛനെ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ഒരുത്തനുമില്ല. മല മറിച്ചിട്ട് വന്ന് കിടന്ന് പ്രസംഗിക്കുക. അച്ഛനെപ്പോ വന്നു? അമ്മയുടെ മൂത്ത മോൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇലക്ഷന് തോറ്റ് തുന്നമ്പാടിയ ഒരു സഖാവ്. മൂപ്പരെവിടെ? കാണാൻ കൊതിയാവുക അതുകൊണ്ടാ. ഓഹോ, പിന്നെ വഴക്കുണ്ടാക്കാനുള്ള പദ്ധതിയായിട്ടാണ് നിന്റെ വരവ് അല്ലേ? അയ്യോ, ഇനി എന്ത് വഴക്ക്? ഒന്ന് നേരിൽ കാണുക, മൂപ്പരുടെ പാർട്ടി അകാലത്തിൽ അന്തരിച്ചതിനുള്ള ഒരു അനുശോചനം രേഖപ്പെടുത്തുക, അത്രേ ഉള്ളൂ. പ്രകാശ, നിങ്ങൾ തമ്മിലുള്ള ഒരു സംസാരവും ഇവിടെ വേണ്ട. ഒന്നും അല്ലെങ്കിൽ നിന്റെ ചേട്ടനല്ലേടാ. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിഞ്ഞ പിന്നെ അവൻ ഇങ്ങോട്ട് കേറിയിട്ടേ ഇല്ല. നിന്നെ പേടിച്ചിട്ടാ. ഇന്നലെ രാത്രി ജംഗ്ഷനിൽ വെച്ച് കണ്ടുവന്ന് അച്ചു പറയണ കേട്ടു. ഓഹോ, എന്നാൽ എനിക്ക് സന്തോഷമായി. ഈ അവസ്ഥയെ തന്നെ വേണം എനിക്ക് മൂപ്പര് നേരിട്ട് കാണാൻ. അമ്മയ്ക്കറിയോ, ഈ ഇലക്ഷന്റെ ഇടയ്ക്ക് 9-ാം വാർഡിലിട്ട് എന്നെ തല്ലിക്കാൻ വരെ പ്ലാൻ ചെയ്ത ആളാ ചേട്ടൻ. ആര്? പ്രഭാകരനോ? അമ്മ എന്തറിഞ്ഞു? അതൊക്കെ പോട്ടെ, ആദ്യം സ്ട്രോങ് ആയിട്ട് ചായഞ്ഞെടുത്തേ. കാലത്തെ പരിപാടികൾ നടക്കട്ടെ. ദേഹത്തിൽ വെള്ളം ചൂടാക്കിയടി. മേലാകെ അസല് വേദന. അങ്ങോട്ടും ഇങ്ങോട്ടും കാറിലൊരു ഒറ്റ ഇരിപ്പായിരുന്നേ. കാറിലോ? ലോറി പുറത്തല്ലേ? ഏയ്, ഞാനും മണ്ഡലം പ്രസിഡന്റ് കാറിലായിരുന്നില്ലേ? നോണ നോണ.
പിന്നെ നിന്നോട് നുണ പറഞ്ഞിട്ട് വേണമല്ലോ എനിക്ക്. പോയി വെള്ളം ചൂടാക്കടി. സത്യപ്രതിജ്ഞ നടക്കുന്ന ഹാളിലും ടി വി ഉണ്ടായിരുന്നോ? ഹോളിലെന്തൊരു ടി വി? ചടങ്ങ് നമ്മൾ നേരിട്ട് കാണുകയല്ലേ. ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ CM എന്റെ അടുത്ത് വന്ന് തോളി തട്ടിട്ട് പറഞ്ഞു, വെൽ ഡൺ മൈ ബോയ്. ഹോ, ഞാനാകെ കോരി തെറിച്ചു പോയി. നമ്മുടെ മാനങ്കര മണ്ഡലത്തിലെ ഇപ്രാവശ്യം 7000 വോട്ടാ പാർട്ടിക്ക് കൂടുതൽ. അതിന്റെ പിന്നിൽ എന്റെ ശക്തമായ കൈകളാണ് പ്രവർത്തിച്ചതെന്ന് മൂപ്പരുടെ ചെവിയിൽ ആരോചൊന്ന് പറഞ്ഞു. അതുകൊണ്ടാ. ഞാൻ ചോദിച്ചത് അതല്ല. ചടങ്ങ് ടിവിയിൽ ക്ലിയർ ആയിരുന്നില്ല, മങ്ങലുണ്ടായിരുന്നു എന്നൊക്കെ പ്രകാശേട്ടൻ പറഞ്ഞില്ലേ? അതിന് ഹാളിന് മുമ്പിലിരുന്ന പ്രകാശേട്ടൻ ആ ചടങ്ങ് കോമ്പൗണ്ടിലുള്ള ടിവിയിൽ എങ്ങനെ കണ്ടു? ചടങ്ങെന്നും പറഞ്ഞ് മുഴുവൻ സമയം നമുക്ക് അവിടെ കുത്തിയിരിക്കാൻ പറ്റുമോ? ഒന്ന് നടു നിർത്താൻ വേണ്ടി ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒന്ന് കറങ്ങിയപ്പോ ടി വി കണ്ടു. നേര് പറ, രാജ്ഭവന്റെ ഗേറ്റ് കടക്കാൻ പറ്റുമോ? നീ കുറെ കൂടുന്നുണ്ട്. പാർട്ടിയിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. വൈകുന്നേരം ടൗണിലേക്ക് വാ. കൃതജ്ഞതാ സമ്മേളനത്തിന് ഞാൻ നടത്താൻ പോണ ഗംഭീര പ്രസംഗം കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്നുള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ രാജ്യത്ത് ഒരു ഭരണകൂടം ഉണ്ടായിരുന്നോ? ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നോ? ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇല്ലായിരുന്നു സുഹൃത്തുക്കളെ, ഇല്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് RDP എന്ന ഒരു പാർട്ടി മാത്രമായിരുന്നു. അവരുടെ അഴിഞ്ഞാട്ടമായിരുന്നു. റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയാണത്രേ. എന്ത് റവല്യൂഷണറി, എന്ത് ഡെമോക്രസി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനുള്ള ശിക്ഷ നിങ്ങൾ അവർക്ക് നൽകി കഴിഞ്ഞു. ഇന്ത്യൻ നാഷണൽ സെക്യുലർ പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ്, ജനങ്ങളുടെ ആശയാഭിലാഷങ്ങളുടെ പാർട്ടിയാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ വർഗീയ പാർട്ടികളുണ്ടെന്ന് RDPക്കാർ ആരോപിക്കുന്നുണ്ട്. അത് തെറ്റാണ് സുഹൃത്തുക്കളെ. പിന്നെ വർഗീയ പാർട്ടി ഇല്ലെന്ന് പറഞ്ഞുകൂടാ. ഞങ്ങളുടെ കൂടെ ചേർന്ന ശേഷം അവരിൽ യാതൊരു വർഗീയതയും ഞാൻ കണ്ടിട്ടില്ല. അല്പസ്വല്പം കോഴി ബിരിയാണി കഴിക്കുന്നത് വർഗീയതയാണോ എന്ന് ഞാൻ വെല്ലുവിളിക്കാണ്. പക്ഷേ RDPയുടെ കൂടെയുള്ളത് മുഴുവൻ വർഗീയ പാർട്ടികളാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാണ്, അഭ്യർത്ഥിക്കാണ്, അപേക്ഷിക്കാണ്. അതുപോലെ ഞങ്ങൾ അഴിമതിക്കാരാണെന്ന് പറയുന്നുണ്ട്. അല്ല സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ അഴിമതി എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഇവിടുത്തെ നല്ലവരായ മുതലാളിമാരിൽ നിന്ന് ധാരാളം പണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്നേഹം കൊണ്ട് മാത്രമാണ്. മുതലാളിമാരെ പോലെ ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ആ പാവപ്പെട്ട മുതലാളിമാരെ ചീത്ത വിളിക്കുന്ന കേട്ടിട്ട് പലപ്പോഴും എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. പാവം മുതലാളിമാർ. എല്ലാത്തിനുള്ള ശിക്ഷ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ മാനങ്കര മണ്ഡലത്തിൽ ചില RDP കോമാളികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു സുഹൃത്തുക്കളെ. ഈ തെരഞ്ഞെടുപ്പിൽ INSP ജയിക്കുകയാണെങ്കിൽ അവരവരുടെ പാതി മീശെടുത്ത് കവലയിലൂടെ നടക്കുമെന്ന് ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ, മീശ എടുക്കൂ, എടുക്കണ മീശ എന്ന് ഞാൻ ആജ്ഞാപിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? അവര് ജയിച്ച പാതി മീശ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളിയല്ലേ? അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതേ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാട്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. അത് ശരിയാ, ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ, സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവർ ജയിപ്പിക്കും. കാരണം അവിടെ സാക്ഷരതയില്ല, വീരാരാധന മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ചില്ലറ വല്ലതുണ്ടോ പരിപ്പുടക്കും ചായക്കും? എല്ലാം തീർന്നില്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ, പിന്നെ ഇവിടുന്ന കാശ്. എന്റെ അനുജനുണ്ടല്ലോ, ആ അലവലാതി അവിടെ നിന്നോണ്ട് എന്നെ നോക്കി ചിരിക്കുക. എങ്ങനെ ഞാൻ അവനെ ഫേസ് ചെയ്യും? വീട്ടിൽ പോവാതിരുന്ന വിശന്ന് ചാവുകയും ചെയ്യും. എന്നായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ കോട്ടപ്പള്ളി. അതെ, തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി. ഞാൻ ഭയങ്കര ആവേശത്തിൽ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ജനങ്ങളുടെ കയ്യടിയും ബഹളവും കാരണം ആകെ പ്രശ്നം. അച്ഛാ, നേര് പറയട്ടെ, എന്റെ ഓരോ വാക്കിനും കയ്യടിയായിരുന്നു. അതിന്റെ ഇടയിലെ ഞാൻ മൂപ്പരെ കണ്ടത്. ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോ തന്നെ മൂപ്പര് പാർട്ടി ഓഫീസിനകത്തെ ഒറ്റ വലിച്ചില്ല. അപ്പൊ പിന്നെ എനിക്ക് ആവേശം മൂക്കാതിരിക്കൂ. INSP തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പാതിമീശ വടിച്ചോളാമെന്ന് വീമ്പിളക്കിയവന്മാരൊക്കെ ഇന്നെവിടെ എന്ന് ഞാൻ അട്ടഹസിച്ചു. പിന്നാളുടെ പൊടി പോലും കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു മോനെ. അച്ഛാ,
ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ്. നമ്മൾ മടിച്ചു നിന്നാലേ എതിരാളികൾ നമ്മളെ ആക്രമിക്കും. ഓ അപ്പടിയാ. പിന്നല്ലാതെ. എന്നാലും പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നിനക്ക് അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരായിരുന്നു. നന്നായിരിക്കും. ഈ കവർ വിട്ടുകൊണ്ട് ഞാൻ അവരുടെ ഓഫീസിലേക്ക് കയറി ചെന്നാലേ വളരെ നന്നായിരിക്കും. പ്രവേട്ടം വരുന്നുണ്ട്. എവിടെ? പിൻവശത്തോടെ വരുന്നേ. മുൻവശത്തൂടെ വരാൻ ധൈര്യം കാണില്ലല്ലോ. നീ ഒന്നും മിണ്ടാതിരുന്നില്ലെങ്കിലുണ്ടല്ലോ. മോള് പോയി പ്ലേറ്റ് എടുത്തോണ്ട് വാ. എവിടെയായിരുന്നടാ പ്രഭേ നീ? ഞാൻ വന്നിട്ട് ദിവസം എത്രയായി? കരുവാ ഒന്നുകൊണ്ട് കഴിക്കുക. പ്രഭേ, ഞാൻ പറഞ്ഞില്ല അച്ഛാ, തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ല. പ്രകാശ, നിന്നോടാ പറഞ്ഞത്. മാനു നീ എന്ന് വിളിക്കും, വന്ന് ഊണ് കഴിക്കാൻ പറ. ഇവ നാട്ടടക്കി ഇരുന്നാ ഞാൻ വിളിക്കാം. മോനൊന്നും മിണ്ടണ്ട കേട്ടോ. ഇല്ല അച്ഛാ, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. എടാ, 4 മാസം കഴിഞ്ഞ് കാണുകല്ലേ നീ നിന്റെ അച്ഛനെ. ഒരു വാക്കുപോലും മിണ്ടാൻ വയ്യായിരുന്നല്ലേ? എണീറ്റ് വാ, അച്ഛൻ വിളിക്കുന്നു. മറ്റവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം ഞാൻ വരാം. മറ്റവനോ? പ്രകാശൻ നിന്റെ അനുജനാ. അനുജൻ അവൻ എന്റെ പ്രതിയോഗിയാണമ്മേ. പ്രവേ, നിന്നോടാ പറഞ്ഞത്. വയസ്സുകാലത്ത് അച്ഛനെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. ഞാൻ വരാം. പക്ഷെ അവൻ എന്നോട് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. തെരഞ്ഞെടുപ്പിനെ പറ്റിയോ എന്റെ മീശയുടെ കാര്യോ അങ്ങനെ വല്ലതും പറഞ്ഞാൽ എനിക്ക് സമനില തെറ്റും. നിന്നോട് മിണ്ടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എണീറ്റ് വാ. അവൻ എന്നെ നോക്കി ചിരിക്കാനും പാടില്ല. നടക്കട അങ്ങോട്ട്. എന്തോ നാടാ ഇത് നിങ്ങൾ തമ്മിൽ? ഇരുന്ന് ഊണ് കഴിക്കുക. അച്ഛൻ എപ്പോ വന്നു? ഓ മഹാഭാഗ്യം. ഇപ്പോഴെങ്കിലും നിന്റെ ശബ്ദം ഒന്ന് കേട്ടല്ലോ. അവൻ ഇച്ചിരി മീൻകുളം പോട്. അമ്മേ, ചോറ് ഇത്തിരി കൂടുതൽ വിളമ്പിക്കോ. മൂപ്പർക്ക് നല്ല ക്ഷീണം കാണും. അമ്മേ, നീ കഴിച്ചു കഴിഞ്ഞില്ലേ? എണീറ്റേ. മോനെ, ഒരു തേർതലാകുമ്പോ എന്താന്ന് പറയാ, ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എനിക്ക് ചോറ് വേണ്ട. അവിടെ ഇരിക്കടാ. ഇരിക്കും മോനെ. പ്രകാശ. ഇല്ലച്ചാ, ഞാനൊന്നും മിണ്ടുന്നില്ലേ. ആരും അത്ര നകളിക്കൊന്നും വേണ്ട. IMF-കാർ നമ്മളെയൊക്കെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ വരും. എന്തിന്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മുടെയൊക്കെ തലയെണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ. അച്ഛാ, ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. IMF-കാർക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ. അതിന് ടൺ കണക്കിന് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ? അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നുമില്ലല്ലോ. ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന് വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിലണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരുമല്ലോ. അച്ഛാ, അങ്ങനെ നിർബന്ധമുള്ളവർ പോയി മേടിക്കട്ടെ. പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതറിയോ അച്ഛന്? ഞാൻ കേട്ടു. അച്ഛാ, മൂല്യം കുറച്ചത് നല്ലതിന്. അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും, വ്യവസായശാലകൾ ഉയരും. 5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും. 6 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കുത്തി താഴെ വീഴും. വായും പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിന്. പ്രകാശ, അമ്മയൊന്നും ഉണ്ടായിരുന്നേ. ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങളെ വേണമെന്നുള്ളതുകൊണ്ടാ. പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്. ജർമ്മനിയെ നിങ്ങൾ തകർത്തു. പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് നീ മനസ്സിലാക്കി. ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതെ ഒരിടത്തിരുന്നോ? അറിയില്ലെന്നോ? ചോദിക്ക്, ഞാൻ പറയാം. ഹംഗറിയിൽ എന്ത് സംഭവിച്ചു? മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് 40 കൊല്ലം കുറ്റവാളിയായി ശവപ്പെട്ടി കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കിയ ജനങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ആദരിച്ചില്ലേ മനുഷ്യ? ഇനിയും ചോദിക്ക്, പറയാം. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്. എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ? പോളണ്ടിനെ പറ്റി ഇനി നീ മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല. പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ? പോളണ്ട് എന്ന് ഉച്ചരിച്ചാലുണ്ടല്ലോ. ഉച്ചരിച്ചെന്തി? ഉച്ചരിച്ച് നോക്കാം. അപ്പൊ കാണാം. പ്രകാശ, അച്ഛാ, നീ പോ. നീ പോളണ്ട് എവിടെ ഇരിക്ക്. ഊണ് കഴിക്കുക. വേണ്ട അച്ഛാ, ശരിയാവില്ല. ഇപ്പൊ കണ്ടില്ലേ? പാനുവേ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. പ്രഭാകരനെയും പ്രകാശനെയും കുറിച്ച് നീ ഓരോന്ന് പറയാനുള്ള കാരണം എനിക്ക് പിടികിട്ടി. എന്താ? അവര് പറയുന്നൊന്നും മനസ്സിലാക്കാനുള്ള അറിവ് നിനക്കില്ല. അത് തന്നെ എനിക്കും അതില്ലെന്ന് കൂട്ടിക്കോ.
പക്ഷെ ഞാനും നീയുമായിട്ടൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ ലോകം ഒരുപാട് കണ്ടവനാ. ഉശിലംപെട്ടി സ്റ്റേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ട്രെയിനില് എത്ര മഹാന്മാർക്ക് ഞാൻ പച്ച സിഗ്നൽ കാണിച്ചിട്ടുണ്ടെന്നറിയാവോ? ഇവന്മാർക്ക് അങ്ങനെ സിഗ്നലൊന്നും നിങ്ങൾ കാണിക്കണ്ട. തെരഞ്ഞെടുപ്പെന്നും പറഞ്ഞ് ഇവിടെ രണ്ടുപേരും കൂടെ കാട്ടിക്കൂട്ടിയ പൂലൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ. ഓ എടീ, ഇനിയുള്ള കാലം നമ്മൾ രണ്ടുപേരും പ്രഭാകരന്റെയും പ്രകാശന്റെ അമ്മയും അച്ഛനുമായിട്ട് അടുത്ത് ചുമ്മാ ഇരുന്നാ മതി. അവരുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടാ അറിയാം അവർ പെരിയ ആൾക്കാരാകുമെന്ന്. എന്റെ മക്കളെല്ലാം പെരിയവരാകും. എന്താണ് അത്ര വൈകിയത്? വൈകിപ്പോയി മാഷെ. അപ്പോ അപ്പൊ ആ സംഖ്യയെ ഇവിടെ വാ. വൈകി വരുന്നൊരു പതിവാക്കിയിരിക്കുകയാണോ? അല്ല, വരുന്ന വഴിക്ക് എന്നെ ഒരു പശു കുത്താൻ വന്നു ടീച്ചർ. സൈലൻസ്. ഈ കുട്ടികളെ ഒന്നും പശു കുത്താൻ വന്നില്ലല്ലോ. അല്ല, അത് പശുവിന് എന്നോട് എന്തെങ്കിലും മുൻവൈരാഗ്യം കാണും ടീച്ചർ. തന്റെ ധിക്കാരം കുറെ കൂടുന്നുണ്ട്. ഹോംവർക്ക് ചെയ്ത് കാണിക്ക്. രാത്രി വീട്ടില് കറണ്ട് ഇല്ലാത്തോണ്ട് ഹോംവർക്ക് ചെയ്തില്ല ടീച്ചർ. വേണ്ട വേണ്ട ഒന്ന് വെക്കും തോറും താൻ കുറച്ച് കൂടുന്നുണ്ട്. നിന്നെ ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. ചായ ചൂടാറുന്നതിന് മുമ്പ് ഇവിടെ എത്തില്ലായിരിക്കും സംശയം ഉണ്ടായിരുന്നു. ഉപ്മാവ് ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആ പ്രശാന്തിനെ കൊണ്ട് ഞാൻ തോറ്റു കേട്ടോ. ഈ നിലയ്ക്ക് പോയാ അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ തന്നെ ഹെഡ്മാസ്റ്ററോട് പറയേണ്ടി വരും. ഇന്നെന്താ കംപ്ലൈന്റ്? ഞാനൊന്ന് അടിക്കാൻ ഓങ്ങിയപ്പോ അവൻ എന്റെ കൈക്ക് കയറിയൊരു പിടുത്തം. അയ്യോ, ഞാൻ അവനെ രഹസ്യമായിട്ടൊന്ന് ഭീഷണിപ്പെടുത്താം. ഇനി രഹസ്യമായിട്ടൊന്നും പോരാ. നിങ്ങൾ മുടക്കിയിട്ട ഭാനിച്ചോട് ഇതുവരെ ഞാൻ പറയാതിരുന്നത്. ഇപ്പൊ അച്ഛനും ഉണ്ടല്ലോ. മോനെ പഠിപ്പിക്കണ വേണ്ടെന്ന് അവര് തീരുമാനിക്കട്ടെ. പോട്ടെ ടീച്ചർ, അതൊന്നും അത്ര കാര്യാക്കണ്ട. കുട്ടികളാകുമ്പോ കുറച്ച് വികൃതിക്ക് ഉണ്ടാവും. നമുക്ക് മക്കളില്ലാത്തോണ്ട് അതൊന്നും മനസ്സിലാവാത്തത്. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു. ഉരുളി കമത്തി, കുഞ്ഞിക്കുരു കൊണ്ട് തുലാഭാരം നടത്തി. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന കൂടി വന്നപ്പോ ദൈവം ടീച്ചർക്ക് ഒരുപാട് വികൃതി കുട്ടികളെ തന്നു. അത് സ്കൂളിലായി പോയി എന്ന് മാത്രം. അപ്പോഴേക്കും വിഷമായ. ഒരു തമാശ പറയാൻ കൂടി പറ്റില്ല. കഷ്ടാണ്. മക്കളില്ലാന്ന് വെച്ച് നമുക്ക് എന്താ ഇവിടെ കുറവ്? നീ പോയി ചായ കുടിക്ക്. അവനെ ഞാനൊരു ഈർക്കലെടുത്ത് തല്ലി കൊല്ലാൻ പോവാ.